സഹോദരീ സഹോദരന്മാർ, ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ് ഈ സ്ഥാപനത്തിനു വേണ്ടി പണി കഴിപ്പിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ₹40 കോടി മാസ്റ്റർ പ്ലാനാണ് ഈ സ്ഥാപനത്തിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ₹1.5 കോടി പദ്ധതികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പുതുതായി ഒരുങ്ങുന്ന കെട്ടിടത്തിൽ സെമിനാർ ഹാൾ, ലാബുകൾ, അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. സ്ഥാപനത്തിലേക്കുള്ള അപ്രോച്ച് റോഡും നല്ല നിലയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസ രാമാനുജൻ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ലോകപ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ലോകപ്രശസ്തിയിലേക്ക് വളർന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഹാർഡിയെ പോലെയുള്ള ലോകോത്തര ഗണിതശാസ്ത്രജ്ഞന്മാരെപ്പോലും വിസ്മയിപ്പിച്ച ധിഷണയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദീർഘകാലം ജീവിച്ചിരുന്നുവെങ്കിൽ ഗണിതശാസ്ത്ര മേഖലയിൽ കൂടുതൽ മികച്ച സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അത് നിരന്തരമായ പുതുക്കലിലൂടെ, വിവരങ്ങളുടെ കൈമാറ്റത്തിലൂടെ വിജ്ഞാനം വളരുക എന്നതാണ്. ലോകമെമ്പാടുമുണ്ടാകുന്ന അറിവുകളെ സ്വാംശീകരിക്കാൻ അദ്ദേഹം അതീവ തൽപരനായിരുന്നു. അതോടൊപ്പം തന്നെ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞരോട് സംവദിച്ചുകൊണ്ട് തൻ്റെ വൈജ്ഞാനിക സമ്പത്തിന് മൂർച്ച കൂട്ടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടു വേണം എല്ലാ വൈജ്ഞാനിക സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ. എങ്കിൽ മാത്രമേ ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൂപ്പർ കമ്പ്യൂട്ടിങ്, തിയററ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ റിസർച്ച്, ഇത്തരം മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപം നൽകിയ ഒരു സ്ഥാപനമാണിത്. അവ എത്രമാത്രം പ്രാധാന്യമുള്ളവയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഇത്തരം മേഖലകൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്ക് ഇത്തവണത്തെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇത്തരം മേഖലകൾക്ക് ഇന്ന് മനുഷ്യ ജീവിതത്തിന്മേലുള്ള സ്വാധീനത്തെക്കുറിച്ച് പുരസ്കാര കമ്മിറ്റി പ്രത്യേകം പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുണ്ടാകുന്ന
പുത്തൻ ഗവേഷണ ഫലങ്ങളെ നാടിൻ്റെ ആകെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരും യത്നിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗവേഷണ ഫലങ്ങൾ അക്കാദമിക് മേഖലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ അവയെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷണ ഫലങ്ങൾക്ക് പരസ്പര പൂരക സ്വഭാവമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന AI, മെഷീൻ ലേണിംഗ്, സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലകൾക്ക് ഇന്ന് എല്ലാ രംഗങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. ഓരോ ഗവേഷണ ഫലവും ഏതൊക്കെ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ആലോചനയുണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ മേഖലകളിൽ ലോകത്തുണ്ടാകുന്ന ഏതൊരു അറിവിനെയും നമ്മുടെ വൈജ്ഞാനിക ശാഖയിലേക്ക്, വൈജ്ഞാനിക ശൃംഖലയിലേക്ക് വിളക്കി ചേർക്കാനും കഴിയണം. ശാസ്ത്രരംഗത്തെ പുരോഗതിക്ക് ഏറെ അനിവാര്യമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പ്രക്രിയ. രാജ്യത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1% മാത്രമേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനായി ചെലവഴിക്കുന്നുള്ളൂ. ലോകത്തിൻ്റെ ആകെ ശരാശരി എടുത്താൽ ഇത് 1.8% വരും. ഗവേഷണ മേഖലയ്ക്ക് പിന്തുണ നൽകുന്നില്ല എന്നത് മാത്രമല്ല, അശാസ്ത്രീയമായ കെട്ടുകഥകൾ തെളിയിക്കാനെന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ചെയ്യുന്നു. ഭരണഘടന പ്രകാരം ശാസ്ത്ര പരിപോഷണം ഒരു കടമയായി ഏറ്റെടുക്കേണ്ട രാജ്യമാണ് നമ്മുടേത്. അവിടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനം വ്യത്യസ്തമായി ഇടപെടുന്നത്. ഗവേഷണ സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കിയും മികച്ച ഗവേഷണ ഫലങ്ങൾക്ക് അവാർഡുകൾ ഏർപ്പെടുത്തിയും റിസർച്ച് ഫെലോഷിപ്പുകൾ നൽകിയും ട്രാൻസ്നാഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിച്ചും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനായി പ്രത്യേക ബജറ്റ് വീതം നീക്കിവെച്ചുമെല്ലാം നാം ശാസ്ത്ര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 4 സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുകയാണ്. അതിലാദ്യത്തേത് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ലൈഫ് സയൻസസ് പാർക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ഗ്രഫീൻ ഗവേഷണ കേന്ദ്രവും ജിനോം ഡാറ്റാ സെൻ്ററും സെൻറ്റർ ഫോർ മൈക്രോബയോംസും സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ശാസ്ത്ര ഗവേഷണത്തെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ് തയ്യാറാകണം. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റി തീർക്കാനാണ് നാം ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ പുതുതലമുറ രോഗങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും ഉണ്ടാവുകയാണ്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ AI-ക്കും മെഷീൻ ലേണിങ്ങിനും നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ക്ലിനിക്കൽ റിസർച്ചിൻ്റെ ഫലങ്ങൾ അതിവേഗം ലഭ്യമാക്കാൻ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് കോവിഡ് കാലത്ത് നാം കണ്ടതാണ്. ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് അവയിലൊക്കെ ഇടപെടാൻ ഈ സ്ഥാപനത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് കേരളം നേരിടുന്ന
ഒരു പ്രധാന പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടത്. അത് ലോകമാകെ വലിയ ആഘാതം സൃഷ്ടിക്കുന്നു. കൃത്യമായ കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കാൻ കഴിയണം. അതുവഴി ദുരന്തങ്ങൾ ലഘൂകരിക്കാനും കാർഷിക മേഖലയിലടക്കം മികച്ച രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനും നമുക്ക് കഴിയും. ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഇന്നും ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്കായുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത്. ജിനോം എഡിറ്റിംഗ് പോലെയുള്ള പുതിയ സങ്കേതങ്ങളെ ഇതിനായി ഉപയോഗപ്പെടുത്തുകയാണ്. ഈ മേഖലയിൽ ഗവേഷണ ഫലങ്ങൾ വേഗത്തിലാക്കാൻ AI-ക്ക് കഴിയും. BT വ്യവസായത്തിൽ മുന്നേറാൻ തയ്യാറെടുക്കുന്ന കേരളത്തിനും ജിനോം ഡാറ്റാ സെൻറ്റർ പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്കും ആ നിലക്കുള്ള പിന്തുണ ഉറപ്പാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയണം. ഓരോ മേഖലയിലും എന്തെല്ലാം ഇടപെടലുകൾ നടത്താനാകുമെന്ന പരിശോധന ഉണ്ടാകണം. ഇക്കാര്യങ്ങൾക്കെല്ലാം സർക്കാരിൻ്റെ സർവ്വവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കട്ടെ. ശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കാനും കഴിയേണ്ടതുണ്ട്. ശാസ്ത്രാവബോധമുള്ള സമൂഹത്തിൽ മാത്രമേ ശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതിന് സഹായകമാകുന്ന പുരോഗമനോന്മുഖമായ ഇടപെടലുകൾ നടത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.